വിയർപ്പ് തുന്നിയിട്ട കുപ്പായം ഒരു പോലീസ് ഉദ്യോഗസ്ഥനും അഴിച്ചുവെക്കാതെ ഇരിക്കട്ടെ എന്നത് തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. ഉന്നത ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദത്തിനെതിരെ സധൈര്യം പോരിനിറങ്ങിയ ഉദ്യോഗസ്ഥനാണ് ഉമേഷ് വള്ളിക്കുന്ന്. പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും, സർവീസ് ജീവിതത്തിൽ 2 ഡസനോളം കാരണം കാണിക്കലാണ് വാങ്ങിക്കൂട്ടിയത്. ഭയം കൊണ്ടാണ് പോലീസുകാരൊക്കെ മിണ്ടാതിരിക്കുന്നതെന്നും അത്രയേറെ സമ്മർദ്ദത്തിലാണ് അവരെന്നും തുറന്നു പറയാൻ ധൈര്യം കാണിച്ച പോലീസുകാരനാണ് ഉമേഷ്. നിലവിൽ ആറന്മുള പോലീസ് സ്റ്റേഷനിലെ സീനിയർ CPO-യാണ് ഉമേഷ്. നമുക്ക് ഉമേഷിന് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്താണ് എന്നുകൂടി കേൾക്കാം. ഓവർ ടു യു ഉമേഷ്. പോലീസുകാർ തുടർച്ചയായിട്ട് ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കുറച്ച് വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മറ്റു ഡിപ്പാർട്ട്മെൻറ്റുകളിലൊന്നും ഇല്ലാത്ത വിധം പോലീസുകാർ ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ ഒരു കാരണമല്ല, പ്രധാന കാരണം തന്നെ സമ്മർദ്ദമാണ്. അത് അകത്തെ സമ്മർദ്ദങ്ങളാകാം, പുറത്തെ സമ്മർദ്ദങ്ങളാകാം. മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ജോലി ചെയ്യുന്നവർക്ക് ആ സമ്മർദ്ദത്തെ അതിജീവിക്കാനോ അല്ലെങ്കിൽ അതൊന്ന് സോൾവ് ചെയ്യാനോ ഉള്ളൊരു സാഹചര്യം അല്ലെങ്കിൽ ഒരു സമയം കിട്ടും. പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമ്മൾ എത്ര പ്രശ്നത്തിലാണെങ്കിലും നമ്മളൊരു ഡ്യൂട്ടിയിൽ നിന്ന് അടുത്ത ഡ്യൂട്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ സമ്മർദ്ദത്തിൻ്റെ ഒരു കാരണം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിന് അകത്താണ്, അല്ലെങ്കിൽ നമ്മുടെ തൊഴിൽ സംബന്ധമായിട്ടുള്ള കാരണമാണെങ്കിൽ അതിൻ്റെ പേരിൽ നമ്മൾ വേട്ടയാടപ്പെടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഓടി രക്ഷപ്പെടാനോ അല്ലെങ്കിൽ ഇതിനെ അതിജീവിക്കാനോ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോഴായിരിക്കും പോലീസുകാർ ആത്മഹത്യയുടെ വഴി തിരഞ്ഞെടുക്കുന്നത്. പോലീസുകാർ സർവീസ് ബാക്കി നിൽക്കെ സ്വയം വിരമിച്ച് പോകുക എന്നുള്ള തീരുമാനം എടുക്കുന്നത് എങ്ങനെയെങ്കിലും ജീവനോട് രക്ഷപ്പെട്ടു പോകുക എന്നുള്ളൊരു മൂഡിലാണ്. കാരണം സർവീസിൻ്റെ അവസാന കാലത്ത് എന്തെങ്കിലും ഒരു നടപടിയോ, ഏത് നിമിഷവും അച്ചടക്ക നടപടിയൊക്കെ വന്ന് നമ്മുടെ പെൻഷനും ശമ്പളവും എല്ലാം മുടങ്ങാവുന്നൊരു സാഹചര്യം സേനയിൽ നിലവിലുണ്ട്. അപ്പോൾ ഒരുപാട് പോലീസുകാർ വിരമിച്ചിട്ടും പെൻഷനൊന്നും കിട്ടാതെ അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾ കിട്ടാതെ നിൽക്കുന്നവരുണ്ട്. അപ്പോൾ അവസാന കാലത്ത് ആ ഒരു റിസ്ക് ഒഴിവാക്കാൻ വേണ്ടി നേരത്തെ വിരമിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഈ കടുത്ത ജോലിഭാരം, സമ്മർദ്ദം, അസുഖങ്ങൾ, അത് ചികിത്സിക്കാൻ സാഹചര്യമില്ലാത്ത അവസ്ഥ. ഉമേഷിന്റെ വാക്കുകളിലുണ്ട് എന്താണ് നേരിട്ട പ്രതിസന്ധിയെന്ന്, അതിനെ എങ്ങനെയാണ് അതിജീവിച്ചതെന്ന് ഉമേഷ് കേരളത്തിന് കാണിച്ചു തന്നതാണ്.